ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സുഷിൻ ശ്യാമിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ ഒരു ഇന്റർവെലിനോട് അടുക്കുമ്പോൾ ഒരു സീനൊക്കെ ഉണ്ട്, വൺ ഗൂസ് ബം മൂമെന്റ്സ് ആണ്. പിന്നെ മഹേഷ് നാരായണൻ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ആ ഒരു കണ്ടന്റ് ഓറിയന്റഡ് സിനിമയാണ്. ഇത് കാണുന്ന എല്ലാവരും ഇത് ചിന്തിക്കും. നിങ്ങളിപ്പോ നമ്മൾ ഈ മീഡിയ നിൽക്കുന്ന അതിന്റെ ആ ഒരു എന്താണ് ഈ ഒരു ഫോൺ ക്യാമറ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷെ അത് വളരെ ഒരു ഉപദേശിക്കുന്ന രീതിയിലൊന്നല്ല, സാധാരണ ജനങ്ങൾക്ക് കൂടെ മനസ്സിലാവുന്ന രീതിയിലും നമ്മളടക്കം ശ്രദ്ധിക്കേണ്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇതിനകത്ത് നമ്മൾ സംവദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതുപോലത്തുള്ള ഒരു സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂ ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മമ്മൂക്ക പറയുന്നത് ഇത് ഉണ്ടായ സംഭവമോ നടന്നുകൊണ്ടിരിക്കുന്നോ അല്ല, ഇനി ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു ഇൻസിഡന്റ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഫോണിലെ സ്പൈവെയറിനെ കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു ഹീറോയിസം സെലിബ്രേറ്റ് ചെയ്യുക എന്നതിലുപരി അതിഗംഭീരമായ കണ്ടന്റ് ആണ്. ഞെട്ടിക്കുന്ന ഒരു ഉള്ളടക്കം ഈ സിനിമക്കകത്തുണ്ട്. അത് നമ്മൾ ശരിക്കും നമ്മൾ ആ ഒരു മീനിങ്ങിൽ നമ്മൾ പിന്നെ കണ്ടു കഴിഞ്ഞാൽ പടം ഞെട്ടിച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ട് സിനിമ വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ലുക്ക്, ഫാൻസിന് വേണ്ടിയുള്ള രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ട്വിസ്റ്റുകളല്ല, ഒരു സ്ലോ ആയിട്ട് കഥ പറയുന്ന രീതികളാണ് സിനിമ വന്നിരിക്കുന്നത്. പിന്നെ ഫോറിൻ ലൊക്കേഷനൊക്കെ ഒരു രക്ഷയില്ല. ടെക്നിക്കൽ ക്വാളിറ്റി അടിപൊളി, ക്യാമറ അടിപൊളി. പിന്നെ അതിനകത്ത് ഫഹദിന്റെ ഒരു സീനുണ്ട്, ഒരു ഫൈറ്റർ ജെറ്റിനകത്തുനിന്നുള്ള, അതൊന്നും മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആണ്. നമ്മളിപ്പോ കുറെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ ഇത് നോർമൽ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അതൊരു മലയാള സിനിമയാണെന്ന് ആലോചിക്കുന്നിടത്താണ് ആ സിനിമ എത്രത്തോളം വലിയൊരു തോട്ടാണ് അവര് സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത്. എല്ലാം കൊണ്ടും മലയാളികൾ കണ്ടിരിക്കേണ്ട നല്ല മെസ്സേജ് ഉള്ള ഒരു അടിപൊളി സിനിമയായിട്ടാണ് പടമാണ്. സ്റ്റാൻഡേർഡ് നിലവാരമുള്ള ഒരു സോഷ്യൽ കമ്മിറ്റി സീരീസ് പടമാണ്. ഫസ്റ്റ് മമ്മൂക്കിയാണ്. പിന്നെ സാധാരണ ടോപ്പിക് ഇതിൽ സാധാരണക്കാർക്ക് മനസ്സിലാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ടെക്നോളജി ഡ്രിവൺ ഫിലിമാണ്. യാതൊരു ലാഗൊന്നും തോന്നിരിക്കും, അത് എന്റർടൈനറാണ്. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ വരുമ്പോഴേക്കും തകർപ്പനായിരിക്കും. ഇതൊരു അടിപ്പടമല്ല, മാസ് പടമല്ല, പക്ക ക്ലാസ് പടമാണ്. കാണാക്കാർക്ക് മനസ്സിലാവുമെന്ന് സംശയമായിട്ട് ഇല്ലെങ്കിൽ ടേക്ക് ഓഫറെ പോലെ ടിപ്പിക്കൽ മഹേഷ് നാരായണനും നല്ല നിലവാരമുള്ള സീരിയസ് ആയിട്ട് പടം. കണ്ടന്റ് അടിപൊളിയായിട്ട് ആക്ടിനും ഉണ്ട്. എനിക്ക് ഇതുവരെ സ്റ്റൈലിഷ് മമ്മൂട്ടി സ്റ്റൈലിഷ് തോന്നുന്നു. മമ്മൂട്ടിയുടെ മേക്കപ്പ് ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, തകർത്ത് വാരുവാണ്. അതുപോലെയാണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. ഒരു രാജ്യസുരക്ഷ, വ്യക്തി സുരക്ഷ, അതാണ് വിഷയം വന്നിരിക്കുന്നത് കേട്ടോ. കിടലായിട്ടുണ്ട്, എല്ലാവരും കിടലായിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ വരുന്നു, ആ ഒരു പ്രതീക്ഷ നിൽക്കുന്നു. കിടിലൻ പടം. മമ്മൂട്ടി തകർത്തു വാരുവാണ്. ഇത്ര അടിപൊളിയാണ്. 100 കോടി മോളിൽ മമ്മൂട്ടി ഫസ്റ്റ് 100 കോടി മോളിൽ കിട്ടാറ്. ക്വാളിറ്റി കറക്റ്റ്, സ്റ്റൈലിഷ് കളറിങ്ങൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പല രാജ്യത്തുള്ള ഷൂട്ടിങ്, അതൊക്കെ ഏതായാലും ഒരു ഇത് ബഡ്ജറ്റ് ഒന്നും പടം നോക്കിയിട്ടില്ല. അതുപോലെയാണ് കാശ് വാരി എറിഞ്ഞത്. എന്ന് വെച്ചാൽ ഓരോ എയർപോർട്ടുകളിലൊക്കെ ഷൂട്ട് ചെയ്യണ തന്നെയുള്ള മുടക്കറിയാലോ, പല രാജ്യങ്ങളിലെ എയർപോർട്ടിലൊക്കെ ഷൂട്ട് ചെയ്ത് അതുപോലെ. എന്ന് വെച്ചാൽ ബഡ്ജറ്റ് നോക്കാതാണ് പടം ചെയ്തിരിക്കുന്നത്. കിടലിനായിട്ടുണ്ട് കേട്ടോ. പ്രേക്ഷകർ ജയിക്കുന്ന ഒരു പടമാണ്. ഇതിന് സുരക്ഷാ പ്രശ്നം, രാജ്യ സുരക്ഷയേക്കാൾ മുകളിൽ വ്യക്തി സുരക്ഷയുടെ ഒരു ഇതാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ കാലഘട്ടം ഉണ്ടല്ലോ, ഡിജിറ്റലായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ദുരുപയോഗം ചെയ്യുന്ന എല്ലാവരും അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കണ്ടന്റായിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബനൊക്കെ എല്ലാം തകർത്ത് കാര്യങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ത്രില്ലിംഗായിട്ടുള്ള എല്ലാവരും പ്രേക്ഷകർ ഫാമിലിയായിട്ട് വന്ന് കാണുന്ന നല്ല അടിപൊളി പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല പടം. തീർച്ചയായിട്ടും നമ്മുടെ മഹേഷ് നാരായണൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ ടേക്ക് ഓഫ് ഒക്കെ നമ്മൾ കണ്ടല്ലോ. ആ ഒരു ക്വാളിറ്റി, ക്യാമറ വർക്ക് ആയാലും അദ്ദേഹത്തിന്റെ സംവിധാന മികവാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇപ്പൊ ഈ ഫസ്റ്റ് ഹാഫില് ഇത്രയും നടന്മാരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് കഥ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോയത് ആ സംവിധായകന്റെ മികവ് തന്നെയാണ്.